യു ഡോണ്ട് ബിൽഡ് എ ബിസിനസ്, യു ബിൽഡ് പീപ്പിൾ, ദെൻ പീപ്പിൾ ബിൽഡ് ബിസിനസ് എന്ന ഒരു ആശയത്തോടു കൂടി ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഈ ലോകത്ത് ധാരാളം ഫിലോസഫേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നവയാണ്. ഇത്തരത്തിലുള്ള ഫിലോസഫർമാരിൽ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ് ചാണക്യൻ. ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യനെ പോലും തൻ്റെ ആശയങ്ങൾ കൊണ്ട് വലിയ ആളാക്കി മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല ആശയങ്ങളും ഇന്നേവരേക്കും ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിനും അത് വിജയിപ്പിക്കുന്നതിനും ഏറെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എത്രത്തോളം പവർഫുൾ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു ബിസിനസ് ആരംഭിച്ചു അത് വിജയത്തിലേക്ക് എത്തിക്കാൻ ധാരാളം പേർ കഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നതിന് 99% ഇംപ്ലിമെന്റേഷനും 1% സ്ട്രാറ്റജിയും ആവശ്യമാണ്. നിങ്ങൾ എത്ര വലിയ സ്ട്രാറ്റജി സ്വീകരിച്ചാലും അത് ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ സക്സസ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നിങ്ങൾ ഒരു കാര്യത്തെ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ചാണക്യവിധികളെ ആസ്പദമാക്കി എങ്ങനെ നിങ്ങൾക്ക് ഒരു ബിസിനസ് വിജയത്തിലെത്തിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ് കോർപ്പറേറ്റ് ചാണക്യ. ഈ പുസ്തകത്തിൽ ഒരു ബിസിനസ് ചെയ്ത് എങ്ങനെ ജീവിക്കാം, വിജയിപ്പിക്കാം എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. രാധാകൃഷ്ണപിള്ള എന്ന ആളാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായി പറയാൻ പോകുന്നത്. ഇതിലൂടെ എങ്ങനെ നിങ്ങളുടെ ബിസിനസ്സിനെയും ജോബിനെയും സക്സസ്ഫുൾ ആക്കി മാറ്റാം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോ പൂർണ്ണമായും കാണുക. ദ 7 പില്ലർ ഓഫ് ബിസിനസ്. ഒരു ബിൽഡിംഗ് സ്ട്രോങ് ആകണമെങ്കിൽ അതിന്റെ ഫൗണ്ടേഷൻ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സും. ബിസിനസ്സിൽ സക്സസ്ഫുൾ ആകുന്നതിന് അതിന്റെ ഫൗണ്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫൗണ്ടേഷനെ ചാണക്യൻ 7 പില്ലേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ആ 7 പില്ലേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തേത് CEO. ഒരു കൊട്ടാരത്തിന് രാജാവ് എത്ര മുഖ്യമാണോ അത്രത്തോളം തന്നെ മുഖ്യമാണ് ഒരു ബിസിനസ്സിൽ CEO. കാരണം അയാളാണ് ഒരു കമ്പനിയുടെ തലവൻ. നിങ്ങൾ ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യമായി നിങ്ങൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ് ലീഡർഷിപ്പ്. ഇതുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സക്സസ് ബിസിനസ്മാനായി മാറാൻ സാധിക്കും. നിങ്ങൾ ലീഡർ ആകണം, അതായത് CEO ആകണം. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കാര്യത്തെ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം. ഒരു ലീഡർ ആയിട്ടുള്ള ആൾ നല്ല എനർജറ്റിക് ആയിട്ടും ഇന്റലിജന്റ് ആയിട്ടുള്ള ആളായിരിക്കണം. അങ്ങനെയല്ലാത്ത ഒരാൾ ഒട്ടും ആലോചിക്കാതെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. തനിക്ക് ചുറ്റും എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഒരു ലീഡർ തീർച്ചയായും നോട്ട് ചെയ്യണം. അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം. വളരെ ബുദ്ധിപൂർവമായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. അങ്ങനെ ഒരു കമ്പനി നടത്തി മറ്റുള്ളവർക്ക് ഒരു ഉദാഹരണമായി മാറുകയും ചെയ്യണം. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഒരു ലീഡറായി കണക്കാക്കുന്നത്. CEO, ഡയറക്ടർ, ചെയർമാൻ എന്നിങ്ങനെ പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത്. ഒരു കമ്പനിയിൽ CEO ഇല്ല എങ്കിൽ അവർക്ക് ബിസിനസ്സിൽ നേരെയുള്ള ഒരു പാതയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മാത്രമല്ല അവർക്ക് ശരിയായിട്ടുള്ള ഒരു വിഷയവും ഉണ്ടാകില്ല. അതിനാൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം CEO വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. മാനേജർ. ഒരു കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്യുന്ന ആളാണ് മാനേജർ. CEO കഴിഞ്ഞാൽ കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് മാനേജറാണ്. CEOയുടെ ഐഡിയകൾ ഇംപ്ലിമെന്റ് ചെയ്ത് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് മാനേജറാണ്. ഒരു കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും വെവ്വേറെ മാനേജർമാരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും CEOയ്ക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. ഒരു കമ്പനിയുടെ മാനേജർ എന്നാൽ എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. കമ്പനികളിലും വീട്ടിലും സൊസൈറ്റിയിലുമെല്ലാം കാര്യക്ഷമമായ മാനേജിംഗ് കപ്പാസിറ്റിയുള്ള ആളുകൾക്കായിരിക്കും വാല്യൂ കൂടുതലായിട്ടുണ്ടായിരിക്കുക. അത്തരത്തിലൊരു മാനേജിംഗ് കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് സെൽഫ് മാനേജ്മെന്റ് എന്ന കഴിവാണ്. അതായത് അവനവനെ മാനേജ് ചെയ്യുക. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പിന്നെ എന്ത് മാനേജ് ചെയ്യാനാണ് നിങ്ങൾക്ക് സാധിക്കുക? അതിനാൽ ആദ്യം ഒരു വ്യക്തിക്ക് സെൽഫ് മാനേജ്മെന്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈവരുതിയിൽ കൊണ്ടുവരാൻ സ്വയം സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ അഡ്വൈസറിന്റെ ആവശ്യമുണ്ടെന്നാണ് അർത്ഥം. അതിനായി ഫാസ്റ്റ് റിബൂട്ട് ഒരുക്കുന്നു 90 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പേഴ്സണൽ മെന്ററിംഗ് പ്രോഗ്രാം. അതെ, ഒരാൾക്ക് ഒരു പേഴ്സണൽ മെന്റർ. സ്ഥിരതയാർന്ന വ്യക്തിഗത പരിശീലനങ്ങളിലൂടെ നിങ്ങളിലെ കൺസിസ്റ്റൻസി നിലനിർത്തി നിങ്ങളെ എല്ലാ അർത്ഥത്തിലും കൈപിടിച്ചുയർത്തുന്ന മെന്റേഴ്സിനെ ഫാസ്റ്റ് റിബൂട്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും.
ജീവിത പ്രതിസന്ധികളെ ചലഞ്ചുകളായി നേരിടാൻ പര്യാപ്തമാക്കുന്ന ടാസ്കുകളും ചലഞ്ചുകളും നൽകി നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ നിരന്തരമായ ഫോൺ സംഭാഷണങ്ങളിലൂടെ ഗൈഡ് ചെയ്യാനും പുതുശീലങ്ങൾക്ക് പുതുജീവൻ നൽകി നിങ്ങളെ കണ്ടെത്തി സ്വയം പര്യാപ്തത കൈവരിക്കാനും അവർ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടാതെ ലൈവ് ക്ലാസ്സുകളിലൂടെ ജീവിത പാഠങ്ങൾ നൽകാൻ ഒരു ലൈഫ് കോച്ചും മൈൻഡ് മാനേജ്മെൻറ്റിന് ഒരു മെഡിറ്റേഷൻ ഇൻസ്ട്രക്ടറും നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും. കൂടാതെ ലൈഫ് ടോപ്പിക് വീഡിയോസ്, ഓഡിയോ ബുക്സ്, അഫർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോട്ട്സ്, കമൻ്ററീസ് തുടങ്ങിയ ഒരു ശേഖരവും നിങ്ങളെ കാത്തിരിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. കസ്റ്റമേഴ്സ് ഇല്ല എങ്കിൽ ഒരു ബിസിനസ് ഇല്ല. ഒരു കമ്പനി സക്സസ്ഫുള്ളായി കൊണ്ടുപോകുന്നതിനും അധികം പ്രോഫിറ്റ് എടുക്കുന്നതിനും കസ്റ്റമേഴ്സ് അനിവാര്യമാണ്. കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നതിന് മാർക്കറ്റിംഗ് എത്രത്തോളം മുഖ്യമാണോ അതുപോലെ തന്നെ മാർക്കറ്റിംഗിലൂടെ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സിനെ നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഹെഡ് ഓഫീസ് നിങ്ങളുടെ കമ്പനി മാനേജ് ചെയ്യുന്ന സ്ഥലമാണ് ഹെഡ് ഓഫീസ്. ഒരു കമ്പനിയുടെ സിഇഒയ്ക്ക് തീർച്ചയായും ഒരു ഹെഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജിയും ഐഡിയയും എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിനും കമ്പനിയുടെ പ്രോഫിറ്റും നഷ്ടവും ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതിനും ആവശ്യമായ സ്ഥലമാണ് ഈ ഹെഡ് ഓഫീസ്. ട്രഷറി പണത്തെ ശേഖരിച്ചു വെക്കാനുള്ള സ്ഥലമാണ് ട്രഷറി എന്ന് പറയുന്നത്. നമ്മൾ എത്രത്തോളം പണം സമ്പാദിച്ചാലും അത് ശരിയായ രീതിയിൽ സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നത് മാത്രമല്ല, അത് ശരിയായ രീതിയിൽ ചെലവഴിക്കുകയും വേണം. നമുക്ക് എത്രത്തോളം ലാഭം കിട്ടും, നഷ്ടമുണ്ടാകും എന്നുള്ള കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ സേവ് ചെയ്യുന്ന പണം ആരും എടുക്കാതെ, അതായത് ആരും മോഷ്ടിക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ഒരു ടീം എന്ന് പറയുന്നത് കമ്പനിയിലെ പ്രാധാന്യമുള്ള വിഷയങ്ങളെ വളരെ സീക്രട്ടായി സൂക്ഷിക്കുന്നവരായിരിക്കണം. അതുമാത്രമല്ല, നമ്മളെപ്പറ്റി മറ്റുള്ളവരോട് പറയാത്ത വളരെ വിശ്വാസ്യതയുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ടീം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ടീം വർക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അഡ്വൈസർ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയെ ബിൽഡ് ചെയ്യുന്നതിന് ഒരു അഡ്വൈസർ അത്യാവശ്യമാണ്. കമ്പനിയിലെ മുഖ്യമായ വിഷയങ്ങൾ എടുക്കുന്നതിന് ഒരു അഡ്വൈസർ തീർച്ചയായിട്ടും വേണം. അതൊരു ഫ്രണ്ട് ആവാം, ഒരു എംപ്ലോയിയും ആകാം. നമുക്ക് ഉണ്ടായേക്കാവുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ വിശ്വാസ്യതയുള്ള ഒരാളായിരിക്കണം ഈ അഡ്വൈസർ. ഒരു ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചാണക്യന്റെ ഈ 7 പില്ലേഴ്സ് ഉപകരിക്കും. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 3 ആസ്പെക്ട്സ് ഓഫ് സക്സസ്. ഇന്നത്തെ കാലത്ത് ഏതൊരു ബിസിനസ് ചെയ്താലും അതിന് കോമ്പറ്റേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരിക്കലും ലക്ക് മാത്രം പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ച് ബിസിനസ് ആരംഭിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം മാത്രം സംഭവിക്കും. നിങ്ങൾ 99% ഹാർഡ് വർക്ക് ചെയ്ത് ബിസിനസ് ബിൽഡ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1% ലക്കുണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണം. ആരും ഒരു നിമിഷം കൊണ്ട് സക്സസ്ഫുൾ ആകില്ല. ഏതൊരു വിജയത്തിന് പിന്നിലും ധാരാളം ഹാർഡ് വർക്കും എഫേർട്ടും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. ധാരാളം ബ്രാൻഡുകൾ മറ്റുള്ളവർ എങ്ങനെ സക്സസ്ഫുൾ ആകുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ധാരാളം സമയവും പണവും എനർജിയും ചെലവഴിക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ എന്ന് വെച്ചാൽ എന്താണ്? അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കണം. സക്സസ്ഫുൾ എന്നത് ഓരോരുത്തരുടെയും കാഴ്ചയിലും വ്യത്യസ്തമായിരിക്കും. ഓരോ വ്യക്തിക്കും ഇക്കാര്യത്തിൽ പല പല ഐഡിയകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതേപ്പറ്റി ചാണക്യൻ 3 റൂൾസ് പറഞ്ഞിട്ടുണ്ട്. അതിലുള്ള ആദ്യത്തെ റൂൾസാണ് നിങ്ങൾക്ക് ഒരു അഡ്വൈസർ ഉണ്ടായിരിക്കണം എന്നത്. നിങ്ങൾക്ക് ഏതാണ് നല്ലത്, ഏതാണ് മോശം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിന് ഒരു അഡ്വൈസർ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു നല്ല അഡ്വൈസർ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓരോ വിഷയവും നല്ലൊരു ഐഡിയയോട് കൂടി തുടങ്ങുവാൻ സാധിക്കും. ഇത് നിങ്ങളുടെ വിജയത്തിനും കാരണമായി തീരും. ഇത്തരത്തിലുള്ള അഡ്വൈസറെ നിങ്ങൾക്ക് പേഴ്സണലായിട്ടും വയ്ക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ ചാർജിലും നിങ്ങൾക്ക് ലഭിക്കും. മെന്റലി സ്ട്രോങ് ആയിരിക്കണം എന്നതാണ് രണ്ടാമത്തെ റൂൾ. നമ്മൾ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മനസ്സ് സ്ട്രോങ് ആയിട്ട് തന്നെ വെക്കണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ചിന്തയുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആകണമെന്ന് തീരുമാനിച്ചാൽ തീർച്ചയായും മെന്റലി സ്ട്രോങ് ആകാൻ ആദ്യം ശ്രമിക്കണം. അങ്ങനെ നിങ്ങൾ സ്ട്രോങ് ആകണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായി സൗഹൃദവും സ്ഥാപിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളൊരു സ്ട്രോങ് ആയ വ്യക്തിയായി മാറും. അതുകൊണ്ട് നിങ്ങളോടൊപ്പമുള്ള മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുമായി ജോയിൻ ചെയ്യുക. മൂന്നാമതായി ലീഡർഷിപ്പ് ഈക്വൽ പവർ. ഏത് സാഹചര്യം ഉണ്ടായാലും ഭയമില്ലാതെ അതിനെ ധൈര്യത്തോടെ നേരിടുന്നവർക്കാണ് എപ്പോഴും സക്സസ് ആകാൻ കഴിയുന്നത്. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അടുത്ത സ്റ്റേജിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കി ഒരു കമ്പനി ആരംഭിക്കുന്നവരാണ് വിജയത്തിലെത്തുന്നത്. വർക്ക് ഡിസ്ട്രിബ്യൂഷൻ. സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും
സക്സസ്ഫുൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിലും അവർ ഫോളോ ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് എല്ലാ ജോലികളും ചെയ്തു തീർക്കുന്നതിന് ഒരുപാട് സമയവും ഊർജവും ആവശ്യമായി വരും. ഈ അവസരത്തിൽ നിങ്ങൾ ജോലികൾ പിരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് മാറും. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങളുടെ കമ്പനി ചെറുതായിരിക്കാം. എന്നാൽ കമ്പനി വളരുമ്പോൾ അതൊരു വലിയ കമ്പനിയായി മാറുമ്പോൾ നിങ്ങളുടെ വർക്ക് മറ്റുള്ളവർക്ക് പിരിച്ചു കൊടുക്കണം. ചാണക്യൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഒരു വലിയ കമ്പനിയിൽ ഒരാളെ കൊണ്ട് എല്ലാ ജോലികളും ചെയ്യാൻ സാധിക്കില്ല എന്നാണ്. അതുപോലെ ഒരേ സമയത്ത് ഒരാളെ കൊണ്ട് എല്ലാ ജോലിയും ചെയ്യാൻ സാധിക്കില്ല. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അത് ആ കമ്പനിയുടെ വളർച്ചയെ തടയാൻ കാരണമായി തീരും. അതുകൊണ്ട് ശരിയായ വർക്കുകൾ ചെയ്യുന്നതിന് ശരിയായ ടീം ഉണ്ടാക്കണം. നിങ്ങളൊരു ടീമിനെ ഉണ്ടാക്കുമ്പോൾ ആവശ്യമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ ടീമുകൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും അങ്ങനെ ലോസ് ഉണ്ടാകുന്നത് തടയാനും സാധിക്കും. ഒരുപക്ഷെ ലോസ് വന്നാലും അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്നുള്ള പോം വഴി നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ലോസിൽ നിന്ന് ഓവർകം ചെയ്യാനാകും. എല്ലാ കാര്യങ്ങളും ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കില്ല. സിഇഒയെ കൊണ്ട് 100 വർക്കുകൾ മാത്രമേ മാനേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ കൂടുതൽ ഉണ്ടായാൽ ചെയ്യാനും സാധിക്കില്ല. ഒരു കമ്പനി മാനേജ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. അടുത്ത ആഴ്ച എന്ത് ചെയ്യണം, അടുത്ത മാസം എന്ത് ചെയ്യണം എന്നിങ്ങനെ പ്ലാൻ ചെയ്യുന്നതിലൂടെ സമയം ലാഭിക്കാനാകും. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തീർച്ചയായും നിങ്ങൾക്കൊരു ഹിന്റ് കിട്ടിക്കാണും. ബിസിനസ് ആരംഭിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു സ്ട്രോങ് ബിസിനസ് മാൻ ആകാൻ സാധിക്കും. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഒരു സമ്മറിയായി പറയാം. ആദ്യമായി ഒരു കമ്പനി ആരംഭിക്കുന്നതിന് 7 പില്ലേഴ്സ് ആവശ്യമാണ്. അതിൽ ആദ്യത്തെ ആളാണ് സിഇഒ. ഇദ്ദേഹം കമ്പനിക്ക് വളരെ പ്രധാനപ്പെട്ട ആളാണ്. രണ്ടാമത്തേത് മാനേജറാണ്. സിഇഒ കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആൾ മാനേജറാണ്. കാരണം മാനേജറെ കൊണ്ട് പല കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും. മൂന്നാമതായി കസ്റ്റമേഴ്സാണ്. ഒരു കമ്പനി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം കസ്റ്റമേഴ്സ് തന്നെയാണ്. അതിനാൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് പോലെയുള്ള ഒരു ബിസിനസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാലാമതായി ഹെഡ് ഓഫീസാണ്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഹെഡ് ഓഫീസ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഡിസ്കഷൻ എന്നത് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമതായി ട്രഷറി. നിങ്ങളുടെ സമ്പാദിക്കുന്ന പണമെല്ലാം സേവ് ചെയ്ത് വെക്കുന്നതിന് ഒരു സ്ഥലം ആവശ്യമാണ്. ആറാമതായി ടീം. ഒരു ഹെൽത്തി ആയിട്ടുള്ള ടീം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള കമ്പനി സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു ബിസിനസ്മാനായി മാറാൻ സാധിക്കുന്നത്. അവസാനമായി അഡ്വൈസർ. നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളല്ലാതെ നിങ്ങൾക്ക് ഒരു അഡ്വൈസർ ഉണ്ട് എങ്കിൽ അത് നിങ്ങളെ ഇനിയും ഒരു ഹെൽത്തി ആയിട്ടുള്ള വ്യക്തിയാക്കി മാറ്റും. അതുപോലെ നിങ്ങളൊരു കമ്പനി ആരംഭിക്കുകയാണ് എങ്കിൽ ലക്ക് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ മൈൻഡ് സ്ട്രോങ് ആക്കി വെക്കണം. ഏതൊരു പ്രശ്നം വന്നാലും അതിനെ മറികടക്കാനുള്ള ധൈര്യം നിങ്ങളുടെ മനസ്സിന് ഉണ്ടായിരിക്കുകയും വേണം. അങ്ങനെ സാധിച്ചാൽ മാത്രമേ വളരെ കാലത്തേക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ സ്ട്രോങ് ആയ വ്യക്തിയായിരിക്കാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ഈ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായും സ്ട്രോങ് ആയ ഒരു ബിസിനസ്മാനായി മാറാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്ക് ഗുഡ് ബൈ.